നേരത്തെ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടോ? എന്ത് ബെനിഫിറ്റ് തോന്നി ബോട്ടോക്സ് ചെയ്തിട്ട്? ലെങ്ത് കൂടിയിട്ടുണ്ട്, ഗ്രോത്ത് ഉണ്ട്. എങ്ങനെ? സ്കാൽപ്പിൽ നിന്നാ? സ്കാൽപ്പിൽ നിന്ന് ഗ്രോത്ത് ഉണ്ട്. അതേ നിലയിലുള്ള ഹെയർ പൊട്ടാതെ ബോട്ടോക്സ് ചെയ്തൊന്നും ഒരിക്കലും സ്കാൽപ്പിൽ നിന്ന് ഗ്രോത്ത് വരില്ല. നമ്മൾ സ്കാൽപ്പിലെ ട്രീറ്റ്മെന്റ് ചെയ്യണില്ല, അതുകൊണ്ട് സ്കാൽപ്പിൽ നിന്ന് വന്ന ഗ്രോത്ത് നമുക്ക് ഓൾറെഡി വരും. പക്ഷെ ആ വരുന്ന മുടി നമുക്ക് പൊട്ടാതിരിക്കാൻ ബോട്ടോക്സ് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു വോളിയം ക്രിയേറ്റ് ആവും. നമുക്ക് എല്ലാ വോളിയമൈസിങ് ട്രീറ്റ്മെന്റ് ഒന്നും പോവാതെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹെയർ കെയർ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ വോളിയം പോവാതെ നിൽക്കും. അപ്പോൾ നമുക്ക് വളർന്നതും അറിയാൻ പറ്റും. അല്ല നമ്മൾ ഒരിക്കലും ബോട്ടോക്സ് ചെയ്തത് കൊണ്ട് നല്ല സ്കാൽപ്പിൽ നിന്നുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഘടന വെച്ചിട്ട് അതിനുള്ള ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കാം നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, ഹെയർ ബോട്ടോക്സ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നല്ല ചേഞ്ചസ് തോന്നുന്നില്ലേ? കളർ എങ്ങനെ? ഇപ്പോൾ ഓക്കെ അല്ലേ? കുറച്ചുകൂടെ കളർ വന്നില്ലേ ഹെയറിന്? ഉടനെ കളർ ചെയ്യേണ്ടി വരും ഇല്ലല്ലോ. അപ്പോൾ ഇതിന്റെ ആഫ്റ്റർ കെയർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം. എന്നാൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഹെയർ. നമുക്ക് ഈ ഒരു ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇതില്ലേ സ്മൂത്ത്നെസ്, ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ ആഫ്റ്റർ കെയർ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ അത് ഒരിക്കലും ഒരു സ്ട്രൈറ്റനിങ് ട്രീറ്റ്മെന്റ് അല്ല ബോട്ടോക്സ് എന്ന് പറയുന്നത്. ബോട്ടോക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ സ്ട്രൈറ്റ് ലുക്ക് കാണുള്ളൂ. നമ്മൾ കുറേശ്ശെ ഓരോ വാഷിലും ചേഞ്ച് ആയി വരും.